ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ 2023 ജനുവരിയിൽ ജോയിൻ ചെയ്തവരുടെ സെക്കൻഡ് ഇയറിലെ അസൈൻമെൻറ്റ് എഴുതിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും? മിക്കവരും തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അസൈൻമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് ഒന്ന് ചെറുതായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇവാലുവേഷൻ ഷീറ്റാണ്. ഇവാലുവേഷൻ ഷീറ്റിൻ്റെ 2 പേജാണ് നമുക്ക് വേണ്ടത്. അതിൽ ഇവാലുവേഷൻ ഷീറ്റിൽ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. എൻറോൾമെൻറ്റ് നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മേളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ അതിൽ നമ്മളുടെ കോളേജിൽ നിന്ന് കിട്ടും നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടല്ലോ, അഡ്മിഷൻ നമ്പർ, അത് നമ്മൾ എഴുതുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഞാൻ സൈക്കോളജിയാണ്, MAPC എന്നാണ് ഞങ്ങളുടെ സൈക്കോളജിയുടെ കോഡ്. അപ്പോൾ ഓരോരുത്തരുടെയും കോഡ് എന്താണോ അത് എഴുതുക. താഴെ എൻറോൾമെൻറ്റിൻ്റെ താഴെ സ്റ്റുഡൻറ്റ് നെയിം ചോദിച്ചിട്ടുണ്ട്, അവിടെ നമ്മുടെ പേര് എഴുതുക. അതിന് കോഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ അസൈൻമെൻറ്റിൻ്റെ മുകളിൽ 2 ഷീറ്റ് വെക്കുമ്പോഴും ഏത് അസൈൻമെൻറ്റാണോ അതിൻ്റെ കോഡ് എന്താണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഒരു നമ്പർ ഉണ്ടാവുമല്ലോ ഓരോന്നിനും. എനിക്കാണെങ്കിൽ MPC 021 അല്ലെങ്കിൽ MPC 022 അങ്ങനെയാണ് ഞങ്ങളുടെ കോഡുകൾ പോകുന്നത്. അപ്പോൾ ഏത് സബ്ജക്റ്റാണോ അതിൻ്റെ കോഡ് എഴുതുക. താഴെ സ്റ്റഡി സെൻറ്റർ കോഡ് നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് നമ്മുടെ റീജിയണൽ സെൻറ്ററിൻ്റെ കോഡ്. ഞാൻ JDT ആണ്, അപ്പോൾ എൻ്റേത് 1403 എന്നാണ്. അത് അവിടെ എൻ്റെ സെൻറ്ററിൻ്റെ കോഡായിട്ട് കൊടുക്കുന്നു. ആ പേജിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങൾ ടോട്ടലി ഓഫീസ് പർപ്പസിന് വേണ്ടിയുള്ളതാണ്. നമ്മളതിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് പേജും സെയിം ഇവാലുവേഷൻ ഷീറ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ അതും സെയിം ആയിട്ട് തന്നെ ഫില്ല് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ വയ്ക്കേണ്ടത് പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ്. അതിനകത്ത് നമുക്ക് എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക, നമ്മുടെ പേര്, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞാൽ താഴെ പ്രോഗ്രാം ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് കോഴ്സാണോ ചെയ്യുന്നത് ആ കോഴ്സിൻ്റെ ഫുൾ നെയിം നമ്മളവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ കോഴ്സ് ടൈറ്റിൽ എന്ന് ചോദിച്ചിരിക്കുന്നിടത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന അസൈൻമെൻറ്റ്, നമ്മൾ 3-4 അസൈൻമെൻറ്റ് എഴുതിയിട്ടുണ്ടാവുമല്ലോ, അത് ഏത് അസൈൻമെൻറ്റിൻ്റെ മേളിലാണോ നമ്മൾ ഈ പേപ്പർ വയ്ക്കുന്നത് ആ അസൈൻമെൻറ്റ് നമ്മുടെ ആ വിഷയത്തിൻ്റെ, അതായത് നമ്മൾ പഠിക്കുന്നതിൽ ഏത് സബ്ജക്റ്റാണോ അതിൻ്റെ ഫുൾ നെയിം എഴുതുക. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട്, പോസിറ്റീവ് സൈക്കോളജി ഉണ്ട്. അപ്പോൾ അതിലേതിൻ്റെയാണോ അസൈൻമെൻറ്റ് എഴുതിയിരിക്കുന്നത് ആ പേര് നമ്മൾ മെൻഷൻ ചെയ്യുക. അടുത്തായിട്ട് കോഴ്സ് കോഡാണ്. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന അസൈൻമെൻറ്റിൻ്റെ കോഡ് എന്താണോ, ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കോഡ് MPC 021 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അത് നമ്മൾ എഴുതുക. അസൈൻമെൻറ്റ് നമ്പർ എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ചൊന്നും എഴുതേണ്ട കാര്യമില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒന്നാമത്തെ അസൈൻമെൻറ്റ് നമ്പർ 1 എന്ന ആദ്യത്തെ അസൈൻമെൻറ്റിന്, രണ്ടാമത്തെ അസൈൻമെൻറ്റിന് നമ്പർ 2 അങ്ങനെ കൊടുത്തു പോകാം. എഴുതിയില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സ്റ്റഡി സെൻറ്ററിൻ്റെ പേര് നമ്മൾ എഴുതുക. അതിൻ്റെ താഴെ നമ്മുടെ ഫോൺ നമ്പർ വളരെ വ്യക്തമായിട്ട് എഴുതുക. ഇമെയിൽ ID കൃത്യമായി തന്നെ എഴുതുക. എന്നാണ് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റാണ് നമ്മളതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കേണ്ടത്. അതുപോലെ സ്റ്റുഡൻറ്റിന് നമ്മുടെ സിഗ്നേച്ചറും മറക്കാതെ തന്നെ ഇടണം. പേഴ്സണൽ ഡാറ്റ ഷീറ്റിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വെക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് മാൻഡേറ്ററി ആണ്. നല്ല വൃത്തിയുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജ് മുതലാണ് നമ്മൾ അസൈൻമെൻറ്റ് എഴുതി വയ്ക്കുന്നത്. അസൈൻമെൻറ്റിൻ്റെ ഓരോ പേജിലും നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഇട്ടാൽ പോരാ, ക്വസ്റ്റ്യനും കൂടെ എഴുതുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് നമുക്ക് മാർക്ക് കിട്ടാനായിട്ട് കൂടുതൽ നമ്മളെ സഹായിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വേറൊരു കളറുള്ള പേന വെച്ച് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് നമ്മൾ ആൻസർ എഴുതുകയാണെങ്കിൽ ബ്ലൂ ഇങ്ക് കൊണ്ട് ക്വസ്റ്റ്യൻ എഴുതാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്കതിന് വ്യത്യസ്ത രീതികളിലാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ വളരെ വൃത്തിയായിട്ട് അസൈൻമെൻറ്റ് എഴുതുക. ഇപ്പം അസൈൻമെൻറ്റൊക്കെ നമുക്ക് ഇതുവരെ എഴുതി തുടങ്ങിയിട്ടില്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. തിരക്കുകൾക്കിടയിലും ഒക്കെ അസൈൻമെൻറ്റ് എഴുതുക എന്നുള്ളത്. എന്നാലത് നമ്മൾ മറ്റ് പല മാർഗ്ഗങ്ങൾ നോക്കാതെ, അതായത് ഇപ്പോൾ ഇഷ്ടംപോലെ അസൈൻമെൻറ്റുകൾ നമുക്കറിയാമല്ലോ. അതായത് അസൈൻമെൻറ്റ് റെഡിമെയ്ഡായിട്ട് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓൺലൈനായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് മാർക്ക് കുറയാനേ ഉപകാരപ്രദമാകത്തുള്ളൂ. നമുക്ക് ജസ്റ്റ് ബുക്സ് ഒന്ന് റെഫർ ചെയ്യാൻ ടൈം ഇല്ലാത്തവർക്ക് പോലും ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം വെബ്സൈറ്റുകളുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ടൈം ഒന്ന് മെനക്കെടുവാണെങ്കിൽ നമുക്കതിൽ നിന്ന് ആൻസേഴ്സ് കണ്ടുപിടിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി. എല്ലാം കൂടി നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് നമുക്ക് കളക്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അപ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമുക്ക് ആ പഠിക്കുന്ന ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി നോളജ് നമുക്ക് കിട്ടും. അങ്ങനെ ആൻസർ ഷീറ്റ് നമ്മൾ അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞ് പേപ്പേഴ്സോടെ വെച്ചതിന് ശേഷം നമ്മളതിന് പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്തിട്ട്
നമ്മൾ നൂലിട്ടോ എന്തെങ്കിലും നൂലോ എന്തെങ്കിലും ഇട്ട് നമുക്കത് ബൈൻഡ് ചെയ്യാവുന്നതാണ്, കെട്ടി വെക്കാവുന്നതാണ്. ഒരുപാട് മുറുക്ക് കെട്ടരുത്, കാരണം അത് പേപ്പർ മറിക്കുമ്പോൾ കീറിപ്പോകാനായിട്ട് ഇടയാക്കും. കുറച്ച് ലൂസാക്കി നല്ല വൃത്തിക്ക് കെട്ടി വെക്കണം. ഓരോ അസൈൻമെൻറ്റും ഓരോ കവറിലാക്കി നമ്മൾ അതിൻ്റെ പുറത്ത് ആ അസൈൻമെൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് പ്രോഗ്രാം കോഡ്, കോഴ്സ് കോഡ്, എൻറോൾമെൻറ്റ് നമ്പർ, നമ്മുടെ പേര്, നമ്മുടെ കോൺടാക്റ്റ് നമ്പർ, ഇതെല്ലാം അതിൻ്റെ എൻവലപ്പിൻ്റെ മേലിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. എന്നിട്ട് ഈ അസൈൻമെൻറ്റ്സ് എല്ലാം കൂടി, പല കവറുകളിലുള്ള ഈ അസൈൻമെൻറ്റ്സ് എല്ലാം കൂടി ഒരു കോമൺ കവറിലാക്കി ഇട്ടിട്ട് വേണം നമ്മൾ നമ്മുടെ റീജിയണൽ സെൻറ്ററിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. റീജിയണൽ സെൻറ്ററിൽ നമ്മൾ നേരിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പും കൂടി ഉണ്ടായിരിക്കണം. അതിൽ നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ, നമ്മുടെ പേര്, പ്രോഗ്രാമിൻ്റെ കോഡ്, അതൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ സീരിയൽ നമ്പർ 1, 2, 3 അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഏതൊക്കെ അസൈൻമെൻറ്റ്സ് ആണോ വെച്ചിരിക്കുന്നത് അതിൻ്റെ കോഡ് നെയിം പ്രത്യേകമായിട്ട് എഴുതി ഓഫീസിൽ നിന്നുള്ള സിഗ്നേച്ചറും സീലും മേടിച്ചിട്ട് മാത്രമേ നമ്മൾ തിരിച്ചു പോരാവുള്ളൂ. ആ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് നമ്മൾ കളയാനേ പാടില്ല, അത് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കണം. ഇനി നേരിട്ട് റീജിയണൽ സെൻറ്ററിൽ കൊണ്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് പോസ്റ്റിലായിട്ടും അയച്ചു കൊടുക്കാവുന്നതാണ്. അതും മറ്റൊരു വളരെ സെക്യൂറായിട്ടുള്ള സേഫായിട്ടുള്ളൊരു വഴിയാണ്. എൻ്റെ കയ്യിൽ JDTയുടെ പോസ്റ്റൽ അഡ്രസ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, എൻ്റെ JDT ആയതുകൊണ്ട്. അപ്പം JDTയിലുള്ളവർക്ക് ഈ അഡ്രസ്സിൽ നമ്മുടെ അസൈൻമെൻറ്റ്സ് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ ഒരു അസൈൻമെൻറ്റ് എഴുതുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.